SP സല്യൂട്ട് ചെയ്തില്ലെന്നാരോപിച്ച് സർക്കാരിന് DGPയുടെ കത്ത്. പണ്ട് മുൻ സർക്കാരിന്റെ കാലത്ത് മന്ത്രിയെ സല്യൂട്ട് ചെയ്യാത്തതിന്റെ പേരിൽ വിവാദത്തിലായ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ആണ് ഇന്ന് SP സല്യൂട്ട് ചെയ്തില്ലെന്നാരോപിച്ച് സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. നിലവിൽ താൻ എക്സൈസ് കമ്മീഷണർ ആണെങ്കിൽ പോലും ജില്ലാ പോലീസ് മേധാവി തനിക്ക് കീഴുദ്യോഗസ്ഥനാണെന്നും അദ്ദേഹം തന്നെ അവഹേളിച്ചെന്നുമാണ് ഋഷിരാജിന്റെ പരാതി. കഴിഞ്ഞ മാസം 13-ന് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കാര്യാലയത്തിന് സമീപമാണ് സംഭവം. ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ ഋഷിരാജ് സിംഗ് അരമണിക്കൂർ നേരത്തെ എത്തി. അപ്പോൾ യോഗ സ്ഥലത്ത് 2 ജില്ലാ പോലീസ് മേധാവിമാരുണ്ടായിരുന്നു. തുടർന്ന് ഋഷിരാജ് ഹാളിൽ പ്രവേശിച്ചപ്പോൾ അവരിൽ DIG റാങ്കുള്ളയാൾ ബഹുമാനത്തോടെ സമീപിച്ച് കുശലാന്വേഷണം നടത്തി. എന്നാൽ മറ്റേയാൾ കണ്ട ഭാവം പോലും നടിച്ചില്ലെന്ന് ഋഷിരാജ് ആഭ്യന്തര വകുപ്പിന് അയച്ച കത്തിൽ ആരോപിക്കുന്നു. പൈശാചികം, അത്യന്തം അശ്രദ്ധ, ഉദാസീനത, അനുസരണക്കേടിന് മികച്ച ഉദാഹരണം, അപമാനകരം എന്നിങ്ങനെയാണ് SP-യുടെ പെരുമാറ്റത്തെ ഋഷിരാജ് കത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സ്ഥലത്തുണ്ടായിരുന്ന IG-യോട് യോഗശേഷം ഇക്കാര്യം പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ഋഷിരാജ് കത്തിൽ ചൂണ്ടിക്കാട്ടി. SP-ക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ മേലുദ്യോഗസ്ഥരെ എന്നും ബഹുമാനിച്ച ചരിത്രമേ തനിക്കുള്ളൂവെന്ന ആരോപണ വിധേയനായ ജില്ലാ പോലീസ് മേധാവി പറയുന്നു. ഇതിനു പുറമെ തലസ്ഥാനത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രഭാത സവാരി നടത്തുമ്പോൾ പോലീസുകാർ ബഹുമാനിക്കുന്നില്ലെന്നും ഋഷിരാജ് മുമ്പ് പരാതിപ്പെട്ടിട്ടുണ്ട്. മുൻ സർക്കാരിന്റെ കാലത്ത് തൃശൂരിൽ വനിതാ പോലീസ് പാസിംഗ് ഔട്ട് പരേഡിനെത്തിയ അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് എഴുന്നേൽക്കാനോ സല്യൂട്ട് ചെയ്യാനോ അന്ന് ADGP ആയിരുന്ന ഋഷിരാജ് തയ്യാറാകാത്തത് വിവാദമായിരുന്നു. വേദിയിൽ VIP-കൾ വരുമ്പോഴൊക്കെ എഴുന്നേറ്റ് നിൽക്കണമെന്ന പ്രോട്ടോകോളിലില്ലെന്ന ഋഷിരാജ് സിംഗിന്റെ വിശദീകരണം സംഭവം വഷളാക്കിയിരുന്നു. താൻ ആഭ്യന്തരമന്ത്രി അപമാനിച്ചിട്ടില്ലെന്ന് സിംഗ് വിശദീകരിച്ചെങ്കിലും അത് വില പോയില്ല. സംഭവം വിവാദമായതോടെ ADGP ഋഷിരാജ് സിംഗിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ ഉയർന്നിരുന്നു. ഋഷിരാജ് സിംഗിനോട് കാരണം കാണിക്കാൻ ആവശ്യപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നോട്ടീസ് നൽകിയിരുന്നു. ആഭ്യന്തരമന്ത്രിയെ ബഹുമാനിക്കാത്തതിൽ ഉടൻ വിശദീകരണം നൽകണമെന്നായിരുന്നു നോട്ടീസ്. ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്. ഇതിനു പുറമെ ജനപ്രതിനിധികളെ ബഹുമാനിക്കാത്ത സിംഗിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ പാർട്ടി നേതാക്കളും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ തുടക്കം മുതൽ ഋഷിരാജ് സിംഗിനോട് അനുഭാവപൂർണമായ സമീപനമാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വിവാദം അനാവശ്യമാണെന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന്റേത്. മാത്രമല്ല, സിംഗ് സംഭവ ദിവസം തന്നെ ഫോണിൽ വിളിച്ച് വിശദീകരണം നൽകിയിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.